ഫീഡ് കൊടുക്കുന്ന ഇത് കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ പെട്ടി ഫുൾ ഓപ്പൺ ചെയ്ത് ഇവർക്ക് ഫീഡിങ്ങിന് വേണ്ടി 2 പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇല ഇട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് ഫുള്ള് നമ്മൾ പഞ്ചസാര ലായനി ഒഴിക്കുമ്പോൾ ഇതിനുള്ളിൽ അവർ വീണ് ചാകാതിരിക്കാനാണ് ഈ ഉണക്ക ഇല ഇട്ട് കൊടുക്കുന്നത്. ഫീഡിൻ്റെ രീതി ഇങ്ങനെയാണ്. ഞങ്ങളൊരു ഫുൾ കോളനിക്ക് ഇങ്ങനെയാണ് 2 പ്ലേറ്റാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പഞ്ചസാര ലായനി റെഡിയാക്കിയതാണ്. ഇതാണ് ഫീഡിങ്ങിൻ്റെ ഇത്. പിന്നെ തുടക്കക്കാർക്ക് പേടിയില്ലാതെ ചെയ്യാനുള്ള ഒരു നെറ്റ്. തുടക്കക്കാർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു നെറ്റാണ്. നമ്മുടെ മുഖത്ത് കുത്ത് കിട്ടാതിരിക്കാൻ ഇത് ചെയ്യുന്നതാണ്. ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ സെറ്റ് ചെയ്താൽ നമുക്ക് മുഖത്തുള്ള കുത്ത് ഒഴിവായി കിട്ടും. ബാക്കി കൈയുടെ ഗ്ലൗസുകൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത് നെറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്മോക്കർ, ഇത് നമുക്ക് ചകിരി നിറച്ച് ഇതിൽ പുക കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുത്തിൻ്റെ അളവ് കുറഞ്ഞ് കിട്ടും. ഇതൊക്കെയാണ് തുടക്കക്കാർക്കായിട്ടുള്ളത്. പിന്നെ എപ്പോഴും സ്റ്റാൻഡിൻ്റെ പലകയോട് ചേർന്ന് തന്നെ ആയിരിക്കണം കയറ്. ഇത് ലോക്ക് പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് കൊമ്പൊക്കെ വീണാലും ശക്തമായി പെട്ടി മറിഞ്ഞു പോകത്തില്ല. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫുൾ സെറ്റാണ്. ഇത് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന റാണിയുടെ പുതിയ മുട്ടയാണിത്. ഇതിൽ ഇവരെ 2 ഫ്രെയിം ഈച്ച റാണി ഇല്ലാതെ ഇവിടെ വെക്കും. ബാക്കി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. 4 ഫ്രെയിം റാണിയോടെ ഇതിൽ നിന്ന് ഒരു സെല്ല് കട്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കും, ഈ 2 ഫ്രെയിമിന്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് ഇത്. ഇതിപ്പോൾ ഒരു പുതിയ റാണിയായി ഇത് അങ്ങനെ ഞാനൊരു 2 ഫ്രെയിം ഈച്ച വച്ച് ഇവർക്ക് സെല്ല് പുതിയ റാണിയാക്കി കൊടുത്തതാണ്. അവരിപ്പോൾ 4ാമത്തെ അട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ആഴ്ചയും ഈ ഒരു പ്ലേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഇവർക്ക് 2 പ്ലേറ്റ് വെച്ച് ആഹാരം കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇവർ 6 അട പൂർത്തിയാക്കും. അപ്പോൾ വീണ്ടും നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.